എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പൊതുവേദിയായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. കമൽ സാറിനെ പോലുള്ള ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. പുതിയ തലമുറയ്ക്കും പുതിയ കലാകാരന്മാർക്കും ഒരു പുത്തൻ ഉണർവായി ഇത് മാറട്ടെ. ഇതിന്റെ സംവിധാനം ആരാ നിർവഹിച്ചത്? അവിടുത്തെ കമൽ സാർ ആരാ? ഇതാണ് സംവിധായിക. കമൽ സാറെ, നമ്മുടെ സംവിധായിക വന്നിട്ടുണ്ട്. സന്തോഷം. എന്തായാലും കൺഗ്രാചുലേഷൻസ്. കാരണം ഇത്രയും നന്നായിട്ട് അത് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു, നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തു. വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ. ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ, നമ്മുടെ സംവിധായിക ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. മൈക്ക് ഒന്ന് കൊടുക്കാമോ വർഗീസ് അച്ഛാ? സർ, വളരെയധികം സന്തോഷം. നമ്മളിവിടെ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇവരുടെ പ്രായം ശരിക്കും അമ്മയ്ക്ക് 92 വയസ്സാണ്, അച്ഛന് 89 വയസ്സാണ്. അതുകൊണ്ടാണ് ഈ കേൾക്കുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായത്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപടി അവരത് ചെയ്യാറുണ്ട്. ശരിക്കും ഇവരിലൊക്കെ ഉറങ്ങിക്കിടക്കുന്നവർ ശരിക്കും കലാകാരന്മാരാണ്. ഇവരൊക്കെ വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു സംഭവമാണ് ഈ റീൽസ്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ അവർക്ക് സ്റ്റാറാകാൻ പറ്റി. ഒരുപാട് ആളുകൾ അവരെ അറിയുന്നുണ്ട്. അതുപോലെ സാറിനെ പോലെ ഉള്ള ആളുകൾക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. ഇവർക്ക് അത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രായത്തിൽ സാറിനോട് സംസാരിക്കാൻ പറ്റിയത്, സാർ ഇവരെ കാണാനായിട്ട് ലൈവിൽ വന്നത്, അതൊക്കെ എത്രമാത്രം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഇത് തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര നാളായി വർഗീസ് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സ്നേഹക്കൂട്ടിൽ? കുറെ കാലമായോ? ഇവര് വന്നിട്ട് വർഗീസച്ചൻ വന്നിട്ട് 5 വർഷമായി. അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയ ഒരാളാണ്. അതുപോലെ നമ്മളെ അന്നമ്മ 6 മക്കളുണ്ട്. 5 മക്കൾ മരണപ്പെട്ട് ഒരു മോൻ വയ്യാതെ വന്നപ്പോൾ നോക്കാൻ ആരുമില്ലാതെയാണ് അമ്മ കട്ടപ്പനയിൽ നിന്നാണ് സ്നേഹക്കൂട്ടിലെത്തുന്നത്. അമ്മ വന്നിട്ട് 3 വർഷമായി. അച്ഛൻ ഒരുപാട് റീൽസ് ചെയ്യുന്ന ഒരാളാണ്. അമ്മ ഈ അടുത്ത കാലത്താണ്, 1 വർഷമായുള്ളൂ റീൽസുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്കിലും ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന ഈ റീൽസ് എല്ലാം ഭയങ്കര ഹിറ്റാകാറുണ്ട്. കാരണം ഇവരുടെ ഒരു പ്രായവും അവരുടെ ഒരു അഭിനയവും ഒക്കെ വെച്ചിട്ടാണ് അതെല്ലാം ഹിറ്റാകാറുള്ളത്. അവർ ശരിക്കും അവർക്ക് ഇതിൻ്റെ ഒരു ഒരു സന്തോഷം എത്രമാത്രം പങ്കുവയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ കമൽ സാറേ, ഞങ്ങൾ ആ സ്ഥലത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അന്തേവാസികളുണ്ട്, അവരെ കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇത് കോട്ടയത്തല്ലേ ഈ സ്ഥലം? അതെ അതെ, കോട്ടയത്താണ്. 100 കണക്കിന് അമ്മമാരുണ്ട് കേട്ടോ അവിടെ. എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഈ സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ ജീവിതത്തിനോടുള്ള ഒരു പ്രത്യാശ കൂടുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അവരാരും നിരാശരാകേണ്ടതില്ല. പുതിയ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് എന്തും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സന്തോഷിക്കുക. ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.